ഹായ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാണ്. ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പാണ് ഞാൻ യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങിയത്. വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്താണ് യൂട്യൂബിൻ്റെ ഒരു ചാനൽ തുടങ്ങിയത്. ആദ്യമൊക്കെ 2 വ്യൂവേഴ്സ്, 3 വ്യൂവേഴ്സ്, കൂടി വന്ന ഒരു 10 വ്യൂവേഴ്സ്, അതായത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 10 വ്യൂവേഴ്സ് അത്രയൊക്കെ ഉണ്ടായിരുന്നത് ഈ ചാനലിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ മോണിറ്റൈസേഷനിലോട്ട് പോകണമെങ്കിൽ തന്നെ നമുക്കൊരു 1000 സബ്സ്ക്രൈബർ കഴിയണം, 4000 വാച്ച് അവർ കഴിയണം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പം വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എങ്ങനെ ഇതൊന്ന് മുന്നോട്ട് പോകും, എങ്ങനെ 1000 സബ്സ്ക്രൈബർ, ഓരോ സബ്സ്ക്രൈബർ കഴിയുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു 100 സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബർ ആകാൻ വലിയ പാടായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുഴുവനായി, കുറേ ആളുകളിലേക്ക് എത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആയി 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞ് 4000 മണിക്കൂർ കഴിഞ്ഞ് ചാനൽ മോണിറ്റൈസേഷനായി. ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിചാരമുണ്ടായി, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ചാനൽ മോണിറ്റൈസേഷൻ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ അന്ന് പെട്ടെന്നൊരു ജോലി കിട്ടി. ജോലിക്ക് പോയപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഷോറൂമിലായിരുന്നു ജോലി. അപ്പോൾ രാവിലെ 9 മണിയാകുമ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 7-7:30 ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഡ്രസ്സിൻ്റെ ഷോറൂമിലെ കാര്യങ്ങൾ അറിയാമല്ലോ, അപ്പം കസ്റ്റമറുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ എപ്പോഴും എൻ്റെ വിചാരം മോണിറ്റൈസേഷൻ ആണല്ലോ, പിന്നെ ഇടയ്ക്ക് ഒരു 2-3 ഷോർട്സ് ഇടും. അതൊരു ഷോർട്സ് ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ഷോർട്സ് ഇടും. പിന്നെ അങ്ങനെയാണ് എൻ്റെ ചാനൽ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ മോനായതിന് ശേഷം ഞാൻ വിചാരിച്ചു, എന്നാൽ ഇനിയിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, എന്നാൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷൻ ഓണാക്കാൻ നോക്കിയിട്ട് എൻ്റെ ഇത് ഓണാകുള്ളൂ. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് അറിയാനൊക്കെ ഞാൻ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് അയച്ചു കൊടുത്തു, ചാനലിൻ്റെ ഇത് അയച്ചു കൊടുത്തു. അവർ നോക്കിയിട്ട് വന്നൊരു ഇതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിരിക്കുമല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അന്നേരം സങ്കടം വന്നെന്ന് ചോദിച്ചാൽ സങ്കടം വന്നു. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, അതായത് ചാനലൊന്ന് മോണിറ്റൈസേഷനായി കിട്ടാനായിട്ട് ഡെയിലി വീഡിയോസ് ഇടുന്ന, ഒരുപാട് ശ്രമിച്ച് കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ ചാനൽ മോണിറ്റൈസേഷൻ കഷ്ടപ്പെടുന്നു. എൻ്റെ ചാനലൊരു 8-9 മാസത്തെ മോണിറ്റൈസേഷൻ ആയിട്ട് ഞാനത് നല്ല രീതിയിലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇനിയിപ്പം വീണ്ടും ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം, ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ ചാനലിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ ചെറിയ ചെറിയ കളികൾ, ചിരികൾ, ചെറിയ ഫാമിലി വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ്, കുക്കിംഗ് വ്ളോഗ്സ്, അങ്ങനെയൊക്കെ ആയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു.